ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ആരംഭിച്ചു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒറ്റഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 90 മണ്ഡലങ്ങളിലായി 1031 സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ജനവിധി തേടുന്നു. BJPയും കോൺഗ്രസും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം. ആം ആദ്മി പാർട്ടിയും ശക്തമായി തന്നെ മത്സരരംഗത്ത് സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്നു. ഹരിയാനയിലെ ഫരീദാബാദിൽ ഇപ്പോൾ നമ്മുടെ പ്രതിനിധി വിനീത VG ഉണ്ട്. വിനീത, ഗുഡ് മോർണിംഗ്. ഹരിയാനയിലെ താമസമൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പറയൂ വിശദാംശങ്ങൾ. തീർച്ചയായും SKN, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫരീദാബാദിലുള്ള ഒരു സ്കൂളിന്റെ മുൻപിലാണ്. ഇവിടെ 6 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. അശോക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നബാധിത മേഖലകളൊന്നും തന്നെ നിലവിലില്ല. എങ്കിൽ പോലും വോട്ട് ചെയ്യാൻ എത്തുന്നവർക്ക് മൊബൈൽ ഫോൺ പോലും ഈ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ അനുവദനീയമല്ല എന്നാണ് പോലീസ് പറയുന്നത്. കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ കൃത്യം 7 മണി മുതൽ തന്നെ പോളിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. ഒറ്റഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 90 മണ്ഡലങ്ങളാണ് ഇന്ന് ജനവിധി തേടുന്നത്. 1031 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഇതിൽ 101 പേർ മാത്രമാണ് വനിതകൾ. മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി മത്സരിക്കുന്ന ലദ്വ, ഒപ്പം തന്നെ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്, ജനവിധി തേടുന്ന ജുലാന, സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ BJPക്കും ഒപ്പം തന്നെ കോൺഗ്രസിനും ഒരേപോലെ വെല്ലുവിളി ഉയർത്തുന്ന സോഹ്ന, BJPയുടെ ദേവേന്ദർ ചതുർജാത്രി, വീണ്ടും ജനവിധി തേടുന്ന BJP നേതാവ് ദുഷ്യന്ത് ചൌട്ടാല, JJP നേതാവ് ദുഷ്യന്ത് ചൌട്ടാല എന്നിവരൊക്കെയാണ് ഈ മത്സര രംഗത്ത് ഉള്ളത്. ഏറ്റവും പ്രധാനം ഈ മൂന്നാമതൊരു ഹാട്രിക്ക്, അതിനുള്ളൊരു സാധ്യത തേടുകയാണ് ഈ ഘട്ടത്തിൽ BJP ഉള്ളത്. പക്ഷെ അതേസമയം ഈ വലിയ ഒരു ഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചു വരിക എന്നൊരു ഉദ്ദേശമാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസും BJPയും തമ്മിലാണ് ഒരു നേർക്കുനേർ പോരാട്ടം. എങ്കിൽ പോലും ആം ആദ്മി പാർട്ടിയും സജീവമായി തന്നെ രംഗത്തുണ്ട്. അരവിന്ദ് കെജ്രിവാൾ അടക്കം ഡൽഹിയിൽ നിന്ന് ഈ ഹരിയാനയിലെത്തി പ്രചരണത്തിനൊക്കെ തന്നെ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ മന്ത്രിസഭയുടെ അടക്കം ഭാഗമായ JJP ഒറ്റയ്ക്ക് മത്സര രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ JJPയും ഒപ്പം ആം ആദ്മിയും ഒക്കെ പിടിക്കുന്ന വോട്ട് അത് കോൺഗ്രസിനും ഒപ്പം BJPയെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ തന്നെ നിർണായകമാകും. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഒരു സന്ദേശം കൂടി അയക്കുന്നുണ്ട്. ട്വീറ്റ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം. എല്ലാ ജനങ്ങളും വോട്ട് രേഖപ്പെടുത്തണം, ഹരിയാനയിലെ എല്ലാവരും വോട്ട് രേഖപ്പെടുത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വലിയ ജനപങ്കാളിത്തം തന്നെയാണ് നമുക്ക് ഈ പോളിംഗ് ബൂത്തുകളിലേക്കൊക്കെ തന്നെ രാവിലെ മുതൽ കാണാൻ കഴിയുന്നത്. കൃത്യം 6:40 തന്നെ മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. പിന്നാലെ 7 മണിയോടുകൂടി പോളിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം എന്ന് പറയുന്നത് ലദ്വയാണ്. അതായത് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി മത്സരിക്കുന്ന മണ്ഡലമാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മേവാ സിംഗ് ആണ് എതിർ സ്ഥാനാർത്ഥി. ശക്തമായിട്ടുള്ള മത്സരം ഈ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഈ ഹരിയാന രാജ്യം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ലദ്വ. ജുലാനെ സംബന്ധിച്ചിടത്തോളം 2 ഗുസ്തി താരങ്ങൾ നേർക്കുനേർ ഗോതയിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു മണ്ഡലമാണ്. നമുക്കറിയാവുന്ന പോലെ വിനേഷ് ഫോഗട്ടാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. ഒപ്പം ആം ആദ്മി സ്ഥാനാർത്ഥിയായി ഗുസ്തിക്കാരിയായ കവിത ദലാൽ എത്തിയിരിക്കുന്നു. ഞാൻ ഈ ജുലാനയുടെ മരുമകൾ, അങ്ങനെ ഒരു ക്യാപ്ഷനോട് കൂടിയാണ് മത്സര രംഗത്ത് വിനേഷ് ഫോഗട്ട് ഇറങ്ങിയിരിക്കുന്നുവെങ്കിൽ ഞാൻ ജുലാനയുടെ മകളാണ് എന്നൊരു ക്യാപ്ഷനോട് കൂടിയാണ് ഗീത ദലാലും ഇറങ്ങിയിരിക്കുന്നത്. പ്രൊഫഷണൽ പൈലറ്റായ യോഗേഷ് ബൈരാഗിയാണ് BJPയുടെ സ്ഥാനാർത്ഥി. ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് അതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പിന്നീട് ഈ ജാട്ട് ഭൂരിപക്ഷം അടക്കമുള്ള ഉച്ചരകലാൻ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ അവിടെയൊക്കെ ഇന്ന് നിർണായകമാകുമെന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് പോളിംഗ് സ്റ്റേഷനുകളിൽ അനുഭവപ്പെടുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 2.3 ലക്ഷം ആളുകൾ വോട്ട് രേഖപ്പെടുത്താനായി വിവിധ പോളിംഗ് സ്റ്റേഷനുകളിലായി ഇന്ന് ഹരിയാനയിൽ എത്തിച്ചേരുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഒറ്റയ്ക്ക് മത്സരിക്കുന്ന JJP, ആം ആദ്മി പാർട്ടികളൊക്കെ നേടുന്ന വോട്ട് BJPയും കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം നിർണായകം തന്നെയാകും. എന്താണെങ്കിലും രാവിലെയോടുകൂടി പോളിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗേറ്റിനപ്പുറം കടക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള പരിശോധന, ഒപ്പം കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പാലിച്ചാണ് ഓരോ ആളുകളെയും ഉള്ളിലേക്ക് കടത്തുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ വലിയ തിരക്കാണുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പബ്ലിക് സ്കൂളിലാണ്, അശോക് നഗർ പബ്ലിക് സ്കൂളിലാണ് ഉള്ളത്. ഈ ബിൽഡിങ്ങിനുള്ളിൽ ഏതാണ്ട് 6 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. കൃത്യമായിട്ടുള്ള ക്യൂ പാലിച്ച് ആളുകളെ ഉള്ളിലേക്ക് കടത്തിവിടുകയാണ്. മൊബൈൽ ഫോൺ പോലും ഉള്ളിലേക്ക് പ്രവേശനമില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും രാവിലെ 7 മണിയോടുകൂടി തന്നെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ട് എടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. എന്താണെങ്കിലും വലിയ ഒരു ജനപങ്കാളിത്തം തന്നെയാണ് നമുക്ക് ഓരോ പോളിംഗ് സ്റ്റേഷനുകളിലും കാണാൻ കഴിയുന്നത്. BJPയും കോൺഗ്രസും നമ്മളെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചരണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നമ്മൾ ഹരിയാനയിൽ ഉണ്ടായിരുന്നു. അതിൽ കാണാൻ കഴിഞ്ഞത് മുതിർന്ന നേതാക്കളടക്കം ഹരിയാന പിടിക്കാൻ ഈ പ്രചരണം
നരേന്ദ്രമോദി, ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഇങ്ങനെയുള്ള വലിയ നേതാക്കൾ, വലിയ മന്ത്രിമാരടക്കം BJPക്കായി രംഗത്തെത്തിയപ്പോൾ കോൺഗ്രസിനായി എത്തിയത് രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ടായിരുന്നു. കർഷകരുടെ സമരം, അങ്ങനെ ഗുസ്തി താരങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ, കുടുംബ രാഷ്ട്രീയം, ഇങ്ങനെയൊക്കെ പ്രചരണ വേളകളിൽ വലിയ ചർച്ചയിലേക്കടക്കം കാര്യങ്ങൾ എത്തിയിരുന്നു. എന്താണെങ്കിലും എല്ലാ പാർട്ടികൾക്കും ഇന്ന് നിർണായകം തന്നെയാണ്. ഹരിയാനയിലെ ജനങ്ങൾ വിധി എഴുതുകയാണ്. ആരാകും അവരുടെ അടുത്ത സർക്കാർ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ ജനങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ പോളിംഗ് സ്റ്റേഷനുകളിലൊക്കെ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു വിനീത വിജി. ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നാണ് വിനീത വിജി നമുക്കൊപ്പം ചേർന്ന്.